ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റത്തിലെ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് പവർ സിസ്റ്റത്തിലുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റാണ്. ഈ എക്യുപ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പേര് തന്നെയുണ്ട്, അത് ബ്രേക്കറാണ്. ഒരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തോ ഒരു എക്യുപ്മെൻ്റ് ആണ് എന്നുള്ളത് ആ പേര് തന്നെയുണ്ട്. അപ്പോൾ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ മാത്രമല്ല, സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും കഴിവുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റാണ് ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. റെഡി? നമ്മൾ സാധാരണ ഈ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനും നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് നോർമലി നമ്മളുടെ 220 അല്ലെങ്കിൽ 240 വോൾട്ടിൽ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് ആ സർക്യൂട്ട് മേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ എക്യുപ്മെൻറ്റ്, ഇപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യിക്കാനാണെങ്കിൽ ലൈറ്റിലേക്കുള്ള സർക്യൂട്ട് അത് മേക്ക് ചെയ്യും. സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ട് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യും, ലൈറ്റ് ഓൺ ആവും. നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നതും ഒരു സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ഡിവൈസ് തന്നെയാണ് സ്വിച്ച്. അപ്പോൾ എന്താണ് സർക്യൂട്ട് ബ്രേക്കറും എന്താണ് സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം. റൈറ്റ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, സ്വിച്ച് നമ്മൾ നോർമലി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു സ്പാർക്ക് അവിടെ ഉണ്ടാവും. ആ സ്പാർക്ക് ഉണ്ടാവുന്നത് ആ സർക്യൂട്ടിൻ്റെ കോണ്ടാക്റ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ നമ്മൾ ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു കറണ്ട് ഫ്ലോ നമ്മൾ പോസിബിൾ ആക്കുകയാണ്. ആ ഒരു സ്വിച്ചിങ് വരുന്നത് കൊണ്ടാണ് നമുക്കവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ഏത് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ സ്പാർക്ക് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, അല്ലെങ്കിൽ ആ സ്പാർക്ക് എന്ന് പറയുന്നത് എഫക്റ്റ് തീരെ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. കാരണം നമ്മളവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ വാല്യൂ ഓഫ് കറണ്ടിനെയാണ് നമ്മളവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്നുണ്ടാവുന്ന സ്പാർക്ക് എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്, അല്ലെങ്കിൽ ഇൻവിസിബിളാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ ആ സർക്യൂട്ട് നോർമലി നമുക്ക് 240 വോൾട്ടുള്ള ഒരു ബൾബിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെയോ സർക്യൂട്ട് മാത്രമല്ല, നമ്മൾ പവർ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് വളരെ വലിയ വോൾട്ടേജുകളും വളരെ വലിയ കറണ്ടുകളുമാണ്. അപ്പോൾ ആ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്വിച്ച് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്പാർക്ക് എന്ന് പറയുന്നത് വളരെ വലിയ സ്പാർക്കാണ്. ഈ സ്പാർക്കിനെ നമ്മൾ ആർക്ക് എന്ന് പറയും. അപ്പോൾ ആ ആർക്ക് അല്ലെങ്കിൽ ആ സ്പാർക്ക് നമ്മളുടെ ഈ ഒരു സ്വിച്ചിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള സർക്യൂട്ടുകളിൽ, പവർ സിസ്റ്റം സർക്യൂട്ടുകളിൽ, വളരെ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് ഡിവൈസാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ആ സർക്യൂട്ട് ബ്രേക്കറിന് നമ്മുടെ നോർമൽ സ്വിച്ചിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് അത് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ വലിയ വാല്യൂയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, അത് ഓക്കെ. രണ്ടാമത്തത്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ആർക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, ആ ആർക്കിനെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ആ സർക്യൂട്ട് ബ്രേക്കറിന് ഉണ്ടാവണം. അതാണ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ക്യാൻ മേക്ക് ഓർ എ ബ്രേക്ക് എ സർക്യൂട്ട്. It's an electrical equipment or it's a device which can make or break an electrical circuit. At the same time, it can prevent or it can quench the resultant fire happening on the time of breaking or making, or the happening the time of switching. ആ സ്വിച്ചിങ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്പാർക്കിനെ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആർക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്യുക. ആ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്വെഞ്ചിങ്, ആർക്ക് ക്വെഞ്ചിങ് എന്ന് പറയും. അതിനെ ക്വെഞ്ച് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ആളാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ മേക്ക് ഓർ എ ബ്രേക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രിവെൻറ്റ്സ് ഓർ ക്വെഞ്ച് ദ റിസൾട്ടൻറ്റ് ഫയർ ഒക്കെ ഡ്യൂറിങ് ദാറ്റ് ഓപ്പറേഷൻ. ക്ലിയർ? അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആർക്ക് ക്വെഞ്ച് ചെയ്യുന്നത്, ആർക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തുകൊണ്ട് സർക്യൂട്ട് ബ്രേക്കറുകളുടെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
റൈറ്റ്. നോർമലി ആ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ആ സ്പാർക്ക് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കറണ്ട് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആ ഫ്ലോ ഓഫ് കറണ്ടിനെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം അവിടെ യൂസ് ചെയ്താൽ മതി. അതൊരു കോമൺ സെൻസ് ആണ്. അപ്പോൾ ആ ഇൻസുലേറ്റിംഗ് മീഡിയം ഏത് മീഡിയം യൂസ് ചെയ്തിട്ടാണോ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ആർക്ക് ക്വെഞ്ചിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സർക്യൂട്ട് ബ്രേക്കറാണ് എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ആണ് ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തതാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. അവിടെ നമ്മൾ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓയിലാണ്. മൂന്നാമത്തതാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. വാക്വം നമ്മൾ അത് ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്വം ചേംബർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഇതൊരു നല്ല ഒരു ഇൻസുലേറ്റിംഗ് മീഡിയമാണ്, ഇൻസുലേറ്റിംഗ് ഗ്യാസ് ആണ്. അപ്പോൾ SF6 ആണ് നമ്മൾ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 4 സർക്യൂട്ട് ബ്രേക്കറുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ ആദ്യം നമ്മൾ എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കറിനെ നോക്കുക. ACB എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കർ. എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എയറിനെ അല്ലെങ്കിൽ ബ്ലാസ്റ്റഡ് എയറിനെ, നാച്ചുറൽ എയർ അല്ലെങ്കിൽ ബ്ലാസ്റ്റഡ് എയർ എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ, നമ്മളൊരു പർട്ടിക്കുലർ പ്രഷറിൽ അപ്ലൈ ചെയ്യുന്ന എയറാണ് എയർ ബ്ലാസ്റ്റ് ചെയ്ത് കൊടുക്കുക. പർട്ടിക്കുലർ പ്രഷറിൽ നമ്മൾ എയർ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ബ്ലാസ്റ്റഡ് എയർ എന്ന് പറയും. നോർമലി നമ്മൾ വരുന്നതിന് നോർമലി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിക് എയർ സിസ്റ്റത്തിനെയാണ് നാച്ചുറൽ എയർ. അപ്പോൾ ഒന്നെങ്കിൽ നാച്ചുറൽ എയറോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് എയറോ നമ്മൾ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ, ആർക്ക് ക്വെഞ്ച് ചെയ്യാനുള്ള മീഡിയമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം സർക്യൂട്ട് ബ്രേക്കേഴ്സിനെയാണ് നമ്മൾ എയർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ACB എന്ന് പറയുന്നത്. നോർമലി എയർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് 15 kV വരെയുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഈ എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഫീസിബിൾ അല്ലാത്ത സ്ഥലത്തും എന്ത് യൂസ് ചെയ്യും? എയർ സർക്യൂട്ട് ബ്രേക്കർ. കാരണം ഓയിൽ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് മീഡിയമാണ്. ആ ലിക്വിഡ് മീഡിയത്തിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് എവിടെ പോസിബിൾ അല്ലാത്ത സിറ്റുവേഷനിലും അതേപോലെ തന്നെ 15 kV വരെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി പവർ സിസ്റ്റത്തിൽ അത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കറാണ് എയർ സർക്യൂട്ട് ബ്രേക്കർ. അപ് ടു 15 kV ആണ് നമ്മൾ നോർമലി എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഈ എയർ സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലോ അല്ലെങ്കിൽ ഫാൾട്ട് കണ്ടീഷനിലോ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ 2 കോണ്ടാക്ടേഴ്സ് ഉണ്ടാവും. ഈ കോണ്ടാക്ടേഴ്സിന് ഇവിടെയാണ് നമ്മൾ മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ 2 കോണ്ടാക്ടേഴ്സിൻ്റെ ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ആർക്ക് സംഭവിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഈ ആർക്ക് സംഭവിക്കുന്നത് കൊണ്ട് ഇപ്പോൾ സർക്യൂട്ടിൽ ഈ 2 കോണ്ടാക്ടറിൻ്റെ ഇടയിലും ഒരു കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ ഈ ഒരു ആർക്ക് കാരണം അവിടെ ഒരു ഇമാജിനറി കോണ്ടാക്റ്റ് വരികയും അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അതിനെയാണ് ട്രാൻസിഷൻ കറണ്ട് എന്ന് പറയും. ഈ ട്രാൻസിഷൻ കറണ്ട് ആർക്കിലൂടെയുള്ള കറണ്ടാണ്, അല്ലെങ്കിൽ ആർക്ക് കറണ്ട് എന്നും അത് നമുക്ക് പറയും. ഒന്നെങ്കിൽ ട്രാൻസിഷൻ കറണ്ട് അല്ലെങ്കിൽ ആർക്ക് കറണ്ട്. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫിസിക്കലി ഉള്ള കണ്ടക്ടർ വഴിയല്ല, പകരം ഈ കണ്ടക്ടറിനെ ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത സമയത്തുണ്ടായ ആർക്കാണ് അവിടെ ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. റെഡി. അപ്പോൾ ഈ കറണ്ടിനെ നമ്മൾ സപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആർക്കിനെ ക്വെഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ആർക്കിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. റെഡി. അപ്പോൾ ഈ ഒരു സമയത്ത് 2 കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള വോൾട്ടേജിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രാൻസിഷൻ വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആരെയാണ്? ട്രാൻസിഷൻ കറണ്ടിനെയാണ്. ട്രാൻസിഷൻ കറണ്ടിനെ നമുക്ക് സപ്രസ് ചെയ്തേ പറ്റുള്ളൂ. ആ സമയത്തുള്ള വോൾട്ടേജ് ആണ് ട്രാൻസിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ക്വെഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസിഷൻ വോൾട്ടേജിനെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യണം. ട്രാൻസിഷൻ വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യണം. ഈ 2 കോണ്ടാക്ടർക്കിടയിലുള്ള വോൾട്ടേജിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡി. അപ്പോൾ അതല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ആർക്ക് വോൾട്ടേജ് എന്നുള്ളൊരു ഡൗട്ട് വരും.
എന്താണ് ആർക്ക് വോൾട്ടേജ്? ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം വോൾട്ടേജിനെ പറയുന്ന പേരാണ് ആർക്ക് വോൾട്ടേജ്. ഇവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ആർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്പാർക്കാണ്. ആ സ്പാർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള മിനിമം വോൾട്ടേജിനെ പറയുന്ന പേരാണ് ആർക്ക് വോൾട്ടേജ്. റൈറ്റ്. അപ്പോൾ ഈ ആർക്ക് വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യണം? ആർക്ക് വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ വോൾട്ടേജിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ ആർക്ക് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിസിക്കൽ മീൻസ് അതിന് ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ട്രാൻസിഷൻ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ രണ്ട് കോണ്ടാക്ടർക്കിടയിലുള്ള വോൾട്ടേജാണ്. ആർക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള വോൾട്ടേജാണ്. അപ്പോൾ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ വാല്യൂ വോൾട്ടേജ് വേണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിലേക്ക് എത്തിക്കണം. ആ വോൾട്ടേജിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർക്ക് വോൾട്ടേജ് കൂട്ടുക എന്നും ട്രാൻസിഷൻ വോൾട്ടേജ് കുറയ്ക്കുക എന്നും പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1, 2, 3 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? കൂൾ ചെയ്യുക. ഈ ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? കൂൾ ചെയ്യുക. ആ ആർക്കിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആരെ യൂസ് ചെയ്യുന്നത്? എയറിനെ യൂസ് ചെയ്യുന്നത്. ആ എയറിനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർക്കിനെ കൂൾ ചെയ്യും. അതൊരു മെത്തേഡാണ്. രണ്ടാമത്തത് ഈ ആർക്കിനെ നമ്മൾ പല പല ആർക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് വലിയ ഒരു എഫക്റ്റ് ഉള്ള ഒരാളിനെ നമ്മൾ ചെറിയ 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 പീസാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എഫക്റ്റ് കുറയും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക. ആർക്ക് സ്പ്ലിറ്റേഴ്സ് വെച്ച് കഴിഞ്ഞിട്ട് ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടുക. ആർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആർക്ക് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെയാണ് നമുക്ക് ആർക്കിനെ ക്വെഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് അതിനെ കൂൾ ചെയ്യുക, അല്ലെങ്കിൽ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ആർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടുക, ഐ മീൻ കണ്ടക്ടർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുക. അപ്പോൾ ഈ 3 മെത്തേഡ് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർക്കിനെ ക്വെഞ്ച് ചെയ്യുന്നത്. റൈറ്റ്. കൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയറിനെ സപ്ലൈ ചെയ്യുക. റൈറ്റ്. ഇനി എങ്ങനെ നമ്മൾ എയർ സപ്ലൈ ചെയ്യുന്നു ബേസ് ചെയ്തിട്ട് ഈ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ. രണ്ടാമത്തതാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറും. റൈറ്റ്. ഇവിടെ നമ്മൾ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് നോർമൽ എയറിൽ ആണ് നമ്മൾ ഇതിനെ ക്വെഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേംബറിനെ പറയുന്ന പേരാണ് ആർക്ക് ചേംബർ, അല്ലെങ്കിൽ ആർച്ച് ട്യൂട്ട് എന്ന് പറയും. ആർക്ക് ചേംബർ. ഈ ആർക്ക് ചേംബറിനകത്ത് നമ്മൾ ആർക്ക് സ്പ്ലിറ്റേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ആർക്ക് സ്പ്ലിറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്ക്, ഈ ആർക്ക് സ്പ്ലിറ്റേഴ്സ് എന്ത് ചെയ്യും? ചെറിയ 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 സ്പ്ലിറ്റേഴ്സ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഈ ചെറിയ 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 സ്പ്ലിറ്റേഴ്സ് ആക്കി മാറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്ക് വോൾട്ടേജ് കൂടും. ആർക്ക് വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ്. അതിനകത്ത് സ്പ്ലിറ്റ് എയർ വെച്ചും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ എയർ മീഡിയത്തിനകത്ത് സ്പ്ലിറ്റ് എയറിനെ ആ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർക്ക് ക്വെഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നോർമലി പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ്. നോർമൽ എയർ സപ്ലൈ ആണ് അവിടെ ഉണ്ടാവുന്നത്. സപ്പോസ് ഈ എയർ സപ്ലൈ നോർമൽ എയർ സപ്ലൈക്ക് പകരം നമ്മൾ ബ്ലാസ്റ്റഡ് എയർ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അതാണ് ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കർ. അതായത് ഒരു പർട്ടിക്കുലർ പ്രഷറിലുള്ള, നോർമലി ഹൈ പ്രഷറിലുള്ള, അതിനാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹൈ പ്രഷറാണ്. അപ്പൊ ഹൈ പ്രഷറിലുള്ള എയറിനെ നമ്മൾ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആർക്കിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ആർക്കിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമ്മൾ ആർക്കിലേക്ക് ഈ എയറിനെ സപ്ലൈ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ബേസ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചിട്ട് ആക്സിയൽ, അല്ലെങ്കിൽ ക്രോസ് ബ്ലാസ്റ്റ്, അല്ലെങ്കിൽ റേഡിയൽ ബ്ലാസ്റ്റ്, ഇങ്ങനെ 3ആയിട്ട് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഏത് ഡയറക്ഷനിലാണ് നമ്മളുടെ എയറിനെ ബ്ലാസ്റ്റ് ചെയ്യുന്നത്, ആർക്കിലേക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ആക്സിയൽ ഡയറക്ഷൻ ആണോ, ക്രോസ് ഡയറക്ഷൻ ആണോ, റേഡിയൽ ഡയറക്ഷൻ ആണോ, ഇങ്ങനെ 3 ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ അതിനെ ബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിൽ ബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആക്സിയൽ എന്നും ക്രോസ് എന്നും റേഡിയൽ എന്നും പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലാസ്റ്റ് എയർ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഹൈ പ്രഷർ എയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനെ നോർമലി എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ പറയുന്നത്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞാൽ പല കാര്യങ്ങളും കോമൺ ആണ്. ഒരു സർക്യൂട്ട് ബ്രേക്കറിനെ ബേസ് ചെയ്തിട്ട് കോമൺ ആണ്. മാറുന്നത് ആരെ മാത്രമേ മാറുന്നുള്ളൂ?
മീഡിയം മാത്രമേ മാറുന്നുള്ളൂ. ഇനി അങ്ങോട്ട് ഓരോന്നിൻ്റെയും മീഡിയം മാറും. അതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ. ഇനി നമുക്ക് രണ്ടാമത്തെ സർക്യൂട്ട് ബ്രേക്കറാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ OCB എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോർമലി ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് നമ്മൾ ആർക്ക് ക്വെഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഓയിലിനെയാണ്. ഓയിലാണ് നമ്മൾ ആർക്ക് ക്വെഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓയിലാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്ക്, നമ്മുടെ കോണ്ടാക്റ്റുകളെല്ലാം നമ്മൾ വെക്കുന്നത് ഈ ഒരു ഓയിൽ ചേമ്പറിലാണ് കോണ്ടാക്റ്റുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ മെയിൻ കോണ്ടാക്റ്റുകൾ തമ്മിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്ക് ഈ സറൗണ്ടിങ് ഓയിലിനെ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. ഈ സറൗണ്ടിങ് ഓയിലിനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അത് വളരെ ഹൈ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ നോർമലി ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലുള്ള ഒരു ഗ്യാസ് ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മൾ തെർമൽ പവർ പ്ലാന്റിലൊക്കെ കൂളിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റിയാണ് ഹൈഡ്രജന്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസിന് എന്തുണ്ട്? നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താക്കും? ആർക്കിനെ കൂൾ ചെയ്യും. റെഡി? ആ ആർക്കിനെ കൂൾ ചെയ്യുകയും മീഡിയത്തിനെ ഡീഅയോണൈസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ആർക്ക് ക്വെഞ്ചിങ് നടക്കുന്നത്. ആർക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലാണ് നമ്മുടെ കോണ്ടാക്ടേഴ്സ് ഉള്ളത്. അത് നമ്മൾ ആ ഓയിൽ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യുകയും അവിടെ ഒരു ഹൈഡ്രജൻ ഗ്യാസ്, ഹൈ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ നല്ല ഹീറ്റ് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അത് എന്താക്കി മാറ്റും? ആർക്കിനെ കൂൾ ചെയ്ത് മാറ്റും. റെഡി? ക്ലിയർ? അപ്പം ഇതാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഈ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെയാണ് നമ്മൾ ഓയിൽ വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. റൈറ്റ്? പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് ആർക്ക് കൺട്രോൾ സർക്യൂട്ട് ബ്രേക്കർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ബ്രേക്കിൽ നോർമലി ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് കണ്ട് വർക്ക് ചെയ്യുന്ന ഒരു OCB ആണ് പ്ലെയിൻ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. പക്ഷേ ആർക്ക് കൺട്രോൾ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ആർക്ക് കൺട്രോൾ മെത്തേഡ് ആ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? ആ ആർക്ക് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിൽ വരാം. ഒന്ന് സെൽഫ് ബ്ലാസ്റ്റും അതേപോലെ തന്നെ ഫോഴ്സ്ഡ് ബ്ലാസ്റ്റും. നോർമലി ഞാൻ പറഞ്ഞ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യും, അത് കൂൾ ചെയ്യും, അത് അതിൻ്റെ അടുത്തൊരു ടർബുലൻസ് ഉണ്ടാക്കും. ആ ടർബുലൻസ് ഉണ്ടാക്കുമ്പോൾ അത് ആർക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആർക്കിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആർക്ക് ക്വെഞ്ച് ചെയ്യും. അതിനകത്ത് വേറെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷേ നമ്മളുടെ ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്തേക്ക് വരുന്ന സമയത്ത് ആ ആർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ആർക്ക് കൺട്രോൾ മെക്കാനിസം കൂടെ അതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? അപ്പോൾ സെൽഫ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് എന്നീ രണ്ട് മെത്തേഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ കോണ്ടാക്ടേഴ്സ് എല്ലാം ഉള്ളത് ഓയിലിനകത്താണ്. അപ്പോൾ ഒരു ഫുൾ കാര്യങ്ങളും നമ്മൾ വരുന്നത് ഓയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിലാണ്. ഈ ലോ ഓയിൽ അത് നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ആർക്ക് കൺട്രോൾ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് രണ്ട് രീതിയിലേക്ക് വരും. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ് വരുന്നത്. ആർക്ക് കൺട്രോൾ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞു സെൽഫ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ബ്ലാസ്റ്റ് വരുമ്പോൾ അവിടെയുള്ള ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്
ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ്. കാരണം ഇതിന് 2 ചേംബറിലായിട്ട് നമ്മൾ ഓയിലിനെ അറേഞ്ച് ചെയ്യും. ഒന്ന് സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബറും അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ചേംബറും. ഇങ്ങനെ 2 ചേംബറിലായിട്ടാണ് നമ്മൾ ഓയിലിനെ അറേഞ്ച് ചെയ്യുന്നത്. നോർമലി ഇവിടെ നമ്മൾ ഒരൊറ്റ ചേംബറിനകത്ത് മുഴുവൻ അസംബ്ലിയും വെക്കുമ്പോൾ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ആർക്ക് കൺട്രോൾ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് 2 ചേംബറിലായിട്ട് നമ്മൾ ഓയിലിനെ വെക്കും. ആ 2 ചേംബറിന്റെ പേരാണ് ഒന്ന് സപ്പോർട്ടിംഗ് ചേംബർ, അതേപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. ഈ സപ്പോർട്ടിംഗ് ചേംബറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ടിംഗ് ബ്രേക്കറിനകത്തുള്ള ഓയിൽ യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബറിലാണ് നമ്മളുടെ മൂവിങ് കോൺടാക്റ്റും ഫിക്സഡ് കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ ഒരു ഇവിടെ മാത്രമാണ് നമ്മളുടെ ആർക്ക് മീഡിയം, അല്ലെങ്കിൽ അവിടെ ഉള്ള ഓയിൽ മാത്രമാണ് ആർക്ക് കെഞ്ചിന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിലിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വരുമ്പോൾ കുറയും. അതുകൊണ്ടാണ് അതിനെ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ അതേപോലെ തന്നെ. ക്ലിയർ? അതാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തതാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ VCB എന്ന് പറയും. വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ വാക്വം ആർക്ക് കെഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. നോർമലി വാക്വത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്വം എന്ന് പറയുന്ന ഹയസ്റ്റ് ഇൻസുലേഷൻ സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല, ഹയസ്റ്റ് ഇൻസുലേഷൻ സ്ട്രെങ്ത് ഉള്ള ഒരു മീഡിയമാണ് വാക്വം എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഹയസ്റ്റ് ഇൻസുലേഷൻ സ്ട്രെങ്ത് ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ആർക്ക് കെഞ്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോർമലി VCB അല്ലെങ്കിൽ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന മീഡിയം വോൾട്ട് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കിന് ഹയസ്റ്റ് ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ളതുപോലെ തന്നെ അതിനെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് വളരെ പെട്ടെന്ന് ആർക്ക് ക്വെഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? വാക്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, ഡയലക്ട്രിക് സ്ട്രെങ്ത് ഈ വാക്വത്തിനുണ്ട്. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ വാക്വം സർക്യൂട്ട് ബ്രേക്കറിനകത്ത് വാക്വം ഒരു ഇൻസുലേറ്റിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. റെഡി? നോർമലി മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ് വാക്വം യൂസ് ചെയ്യുക. 22 kV മുതൽ 66 kV വരെയുള്ള വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ വാക്വം സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. റെഡി? വേറെ എക്സ്ട്രാ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആസ് യൂഷ്വൽ നോർമലി ഒരു സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേപോലെ തന്നെയാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കറും വർക്ക് ചെയ്യുന്നത്. അതിനകത്തുള്ള മെറ്റീരിയൽ ഏതാണെന്നും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നും എത്ര വോൾട്ടേജിലും യൂസ് ചെയ്യുന്നുള്ളത് മാത്രമാണ് ഇപ്പം ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നാലാമത്തെ സർക്യൂട്ട് ബ്രേക്കർ ആണ് നമ്മുടെ SF6 സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ. ഇതിന്റെ ഫുൾ ഫോം ആണ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എന്നാണ് SF6ന്റെ ഫുൾ ഫോം. അപ്പോൾ SF6 എന്ന് പറയുന്നത് ഇതൊരു ഗ്യാസ് ആണ്, ഇതൊരു ഇലക്ട്രോനെഗറ്റീവ് ഗ്യാസ് ആണ്. ഈ ഇലക്ട്രോനെഗറ്റീവ് ഗ്യാസിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? SF6നുണ്ട്. ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? SF6നുണ്ട്. ആ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മളിവിടെ ആർക്ക് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോർമലി SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഹൈ പവർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. ഹൈ പവർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് നോർമലി നമ്മൾ SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഒരു SF6 സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോണ്ടാക്റ്റുകൾ, നമ്മുടെ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു വാൽവ് മെക്കാനിസം ഉണ്ട്. ആ വാൽവ് മെക്കാനിസം നമ്മളുടെ SF6 ഗ്യാസിനെ നമ്മൾ നോർമലി ചെയ്യുന്നത് ഒരു റിസർവോയറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക. അതിനൊരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്, പ്രഷർ നമുക്ക് പറയാം. ആ പ്രഷറിൽ ഒരു പർട്ടിക്കുലർ പ്രഷറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന SF6 ഗ്യാസ് നോർമലി 2.8 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് നോർമലി റിസർവോയറിനകത്ത് നമ്മുടെ SF6 ഗ്യാസ് ഉണ്ടാവുക. ഈ SF6 ഗ്യാസ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറായിട്ട് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റിസർവോയറിനകത്ത് 2.8 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറുള്ള SF6 ഗ്യാസ് നമ്മുടെ കോണ്ടാക്ടേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കിലേക്ക് ഒരു വാൽവ് മെക്കാനിസം വഴി എന്ത് ചെയ്യും? പമ്പ് ചെയ്യും. ഈ വാൽവ് മെക്കാനിസം വഴി ഈ ഒരു ഹൈ പ്രഷർ SF6 ഗ്യാസ് ഈ ചേംബറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ചേംബറിനകത്തേക്ക് നമ്മൾ പമ്പ് ചെയ്യും. ആ പമ്പ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 14 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്.
2.8 എന്ന് പറയുന്നത് SF6 റിസർവോയറിലുള്ള പ്രഷറാണെങ്കിൽ നമ്മൾ വാൽവ് വഴി ആർക്കിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 14 kg/cm² പ്രഷറിലുള്ള SF6 ഗ്യാസാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ആ ആർക്കിനിടയിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുകയും അങ്ങനെ നമ്മളുടെ ആർക്കിനെ ക്വെഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്യൂട്ടിലെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ആര്? SF6 സർക്യൂട്ട് ബ്രേക്കർ. അങ്ങനെയാണ് ഒരു SF6 സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിന് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മേക്ക് ചെയ്യാനോ കപ്പാസിറ്റിയുള്ള ആളിനെയാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ആളിനെ ബ്രേക്ക് ചെയ്യാനും മേക്ക് ചെയ്യാനും മാത്രം പോരാ, ആ സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ ഹൈ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മേക്ക് ചെയ്യുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആർക്കിനെ അല്ലെങ്കിൽ സ്പാർക്കിനെ ക്വെഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആർക്കുണ്ടാവും? ഒരു സർക്യൂട്ട് ബ്രേക്കറിന് ഉണ്ടാവണം. അതാണ് ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൽ യൂസ് ചെയ്യുന്ന ആർക്ക് ക്വെഞ്ചിങ് മീഡിയം, അതിനെ ബേസ് ചെയ്തും കണ്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എയർ സർക്യൂട്ട് ബ്രേക്കർ, രണ്ടാമത്തെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, മൂന്നാമത്തത് വാക്വം സർക്യൂട്ട് ബ്രേക്കർ, നാലാമത്തത് SF6 സൾഫർ ഹെക്സാഫ്ലോറൈഡ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതിൽ ഏതാണോ നമ്മുടെ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ സർക്യൂട്ട് ബ്രേക്കറും വർക്ക് ചെയ്യുന്നത്. ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആർക്ക് ഓരോ മീഡിയത്തിനും ഓരോതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ആർക്കിനുള്ള പ്രോപ്പർട്ടി, എയറിൻ്റെ പ്രോപ്പർട്ടി വേറെയാണ്, ഓയിലിൻ്റെ പ്രോപ്പർട്ടി വേറെയാണ്. ഓയിലിൽ നടക്കുന്നത് അവിടെ അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇത് വന്ന് ഇവാപ്പറേറ്റ് ചെയ്ത ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ആ ഹൈഡ്രജൻ്റെ കൂളിംഗ് മീഡിയം വഴി അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടി വഴിയാണ് നമ്മൾ അതിനെ ക്വെഞ്ച് ചെയ്യുന്നത്. SF6 എന്ന് പറയുന്ന റിസർവോയറിനകത്ത് നമ്മൾ ഹൈ പ്രഷറിൽ SF6 ഗ്യാസിനെ നമ്മൾ ചേംബറിലേക്ക് സപ്ലൈ ചെയ്തിട്ടാണ് ക്വെഞ്ച് ചെയ്യുന്നത്. അതേപോലെ അങ്ങനെ ഓരോ മീഡിയയും അതിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ആർക്ക് ക്വെഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കറായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. വളരെ ചുരുക്കിയിട്ടാണ് ആവശ്യമുള്ള സാധനം മാത്രമാണ് പറഞ്ഞത്. ഈ ഓരോ സർക്യൂട്ട് ബ്രേക്കറിനെ നമ്മൾ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി 2 ചേംബർ പറഞ്ഞിരുന്നു ലോയൽ സർക്യൂട്ട് ബ്രേക്കറിൽ, സപ്പോർട്ടിംഗ് ചേംബറും അതേപോലെ തന്നെ ആർക്ക് ചേംബറും. ഈ 2 ചേംബർ വരച്ചിങ്ങായിട്ട് ഓരോ ചേംബറിലുള്ള പാർട്സ് ഒക്കെ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാടുണ്ട്. അത്ര ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ആ ഡെപ്തിലേക്ക് നമ്മൾ പോകാത്തത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.